LDFന് തുടർഭരണമുണ്ടായാൽ 2500 രൂപ ക്ഷേമ പെൻഷൻ ഉറപ്പെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധമില്ലായിരുന്നുവെങ്കിൽ നേരത്തെ തന്നെ പെൻഷൻ വർദ്ധിപ്പിക്കുമായിരുന്നുവെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. KC വേണുഗോപാൽ പെൻഷൻ വാങ്ങുന്നവരുടെ കരണത്തടിക്കുകയായിരുന്നുവെന്നും ഗോവിന്ദൻ മാസ്റ്റർ കൈരളി ന്യൂസിനോട് പറഞ്ഞു. ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെ അവഹേളിച്ച കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലിനെതിരെ രൂക്ഷ വിമർശനമാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയത്. മാത്രമല്ല LDF തുടർഭരണമുണ്ടായാൽ ക്ഷേമ പെൻഷൻ 2500 രൂപ ആക്കുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. പറഞ്ഞാൽ ഞങ്ങൾ 2500 രൂപ വർദ്ധിപ്പിക്കണമെന്നായിരുന്നു നമ്മുടെ ധാരണ. ഈ 2500 രൂപ വർദ്ധിപ്പിക്കാൻ തീർച്ചയായിട്ടും കഴിയുമായിരുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വലിയ രീതിയിലുള്ളൊരു സാമ്പത്തിക ഉപരോധം കേരള ഗവൺമെൻറ്റിനെ ഇമാതിരിയുള്ള ഒരു പരിപാടിയും നടത്താൻ അനുവദിക്കില്ല, ക്ഷേമപരമായ ഒരു സമീപനവും സ്വീകരിക്കാൻ അനുവദിക്കില്ല എന്ന വാശിയോടുകൂടിയുള്ള നിലപാട് സ്വീകരിച്ചിട്ടാണ് കേരളത്തിൻ്റെ മേലെ ഒരു സാമ്പത്തിക ഉപരോധം പോലെ ഈ നിലപാട് സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് കൊടുക്കാൻ കഴിയാതിരുന്നത്. അല്ലെങ്കിൽ 2500 രൂപ കൊടുക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ധാരണ. മാത്രമല്ല തീർച്ചയായിട്ടും അത് സംഭവിക്കും, അതിന് യാതൊരു സംശയമില്ല. നിലമ്പൂരിൽ UDFന് രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളില്ല. തുടക്കത്തിലെ UDF പാളിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. UDF ആണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ഘട്ടം മുതൽ തന്നെ അവർ പാളി എന്ന് പറയുന്നതിനേക്കാളും നല്ലത് അവർക്ക് ഇവിടെ രാഷ്ട്രീയ മുദ്രാവാക്യമില്ല. അവർ പറഞ്ഞത് നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് പാവപ്പെട്ട ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷനുകൾ അത് കൈക്കൂലിയായിട്ടാണ് ഗവൺമെൻറ് ഉപയോഗിക്കുന്നത് എന്നാണ് പറഞ്ഞത്. കണക്കിന് 62 ലക്ഷം ആളുകൾ കേരളത്തിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട്, അതിൽ കർഷക തൊഴിലാളികൾ ഉൾപ്പെടെ. ആ ജനവിഭാഗങ്ങളെല്ലാം മുഖത്ത് യഥാർത്ഥത്തിൽ ശക്തമത്തായ കരണത്തടിക്കുക എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലുള്ളൊരു അടിയാണ് യഥാർത്ഥത്തിൽ ഇവർ നൽകിയത്. മലപ്പുറത്തിന്റെ പേരിൽ CPMനെതിരെ കോൺഗ്രസ് നേതാക്കൾ പച്ചക്കള്ളം പറയുന്നുവെന്നും M സ്വരാജിന് നിലമ്പൂരിൽ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നതെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. കേരളം ഒന്നടങ്കം ആ സ്ഥാനാർത്ഥിയെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുകയായിരുന്നു. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം. ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ മുക്കും മൂലയും ഉൾപ്പെടെയുള്ള മുഴുവൻ മേഖലയിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് M സ്വരാജാണെന്ന് പറയുന്നതോടുകൂടി വളരെ ആവേശത്തോടു കൂടിയാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് ചാടിയത്. അത് പിന്നീടുള്ള സ്വീകരണം ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും അത് തന്നെയാണ് കാണിച്ചത്. മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി ഒരു ചാഞ്ചല്യമില്ലാതെ നല്ല ഉൾക്കരുത്തോടുകൂടി രാഷ്ട്രീയം അവതരിപ്പിക്കാൻ കഴിവുള്ള ശേഷിയുള്ള പാർട്ടി നേതാവ് തന്നെയാണ് സഖാവ് സ്വരാജ് എന്ന് ഇവിടെയുള്ള ജനങ്ങളെല്ലാം ഒരേപോലെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് അനുകൂലമായ ഒരു ഘടകമായിട്ട് പ്രവർത്തിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയം. കൈരളി ന്യൂസിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രതികരണങ്ങൾ. കൈരളി ന്യൂസ്, നിലമ്പൂർ.